നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, എന്റെ കൃഷ്ണനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? ആരതി, ആര്യേ, ആരതി, ആര്യേ. ചേച്ചിയല്ലേ വിളിക്കുന്നേ? ആരതി, ആര്യേ, ഇങ്ങ് വന്നേ. എന്നെയും വിളിക്കുന്നുണ്ടല്ലോ. എന്താണോ ഇന്നത്തെ പുകയില്? ശബ്ദത്ര സുഖത്തിലല്ലോ. ആരതി, കഴിച്ചില്ലല്ലോ മോളെ. ആര്യേ. മതി പുഷ്പം ചേട്ടാ, എനിക്കും മതി. എന്താ നോക്കട്ടെ. എടി ആരതി, ആര്യേ, എവിടെ പോയി കിടക്കുന്നേ നിങ്ങള്? വലിയേച്ചി വിളിച്ചോ? എത്ര പ്രാവശ്യം വിളിച്ചു. നീയൊക്കെ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. എനിക്ക് ജോലിക്ക് പോണ്ടേ, ഇന്ന് ജോയിൻ ചെയ്യുന്ന ദിവസം. ഓഹോ, അപ്പൊ നീയോ? ഞാനും കഴിക്കായിരുന്നു വലിയേച്ചി. എനിക്ക് ക്ലാസ് ഉള്ളതല്ലേ ഇന്ന്. ശരി ശരി, എന്തെങ്കിലും ആവട്ടെ. നിങ്ങളിൽ ആരാ ഈ അലമാര തുറന്നത്? ആദ്യം അത് പറ. അയ്യോ, ഞാൻ തുറന്നിട്ടില്ലല്ലോ. ഞാൻ ഈ മുറിയിൽ കയറാറ് പോലുമില്ല, പിന്നെ എങ്ങനെയാ തുറക്കുന്നേ? അത് ശരി. അപ്പൊ ആരും കയറാതെയും തുറക്കാതെയും എങ്ങനെ അലമാരയ്ക്ക് എത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാതാവുന്നത്? ഞാനൊന്നും എടുത്തിട്ടില്ല. ചേച്ചി എടുത്തതാരാന്ന് വെച്ചാ അവരോട് പോയി ചോദിക്കേ. ദേ ആരതി, എന്തെങ്കിലും ചോദിക്കുമ്പോ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. ആരാ മെക്കിട്ട് കയറുന്നേ? ചേച്ചിയുടെ മുറിയിൽ കയറി മോഷണം നടത്തുന്നതാണോ എന്റെ പണി? അതിന് മോഷ്ടിച്ചോന്ന് വലിയേച്ചി പറഞ്ഞില്ലല്ലോ. പിന്നെ ചോദിക്കാതെയും പറയാതെയും ഒരാളുടെ അലമാര ഇരിക്കുന്ന സാധനം എടുത്തോന്ന് ചോദിച്ചാ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ മോഷ്ടിച്ചോന്ന് തന്നെയാ. നീ ഇപ്പൊ എന്ത് വിചാരിച്ചാലും വ്യാഖ്യാനിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും എന്റെ അലമാര തുറക്കില്ല. മര്യാദയ്ക്ക് എടുത്ത സാധനം എനിക്ക് തിരിച്ചതാ. അത് കഴിഞ്ഞു മതി സംസാരം. ആഹാ, ദേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ചേച്ചി ചോദിക്കുന്ന എന്താന്ന് വെച്ചാ നീ തന്നെ അങ്ങ് എടുത്തു കൊടുത്തേക്ക്. എന്താ ഇവിടെ പ്രശ്നം? ചേച്ചിയുടെ അലമാരയിലിരുന്ന് വില പിടിച്ച എന്തോ ആരോ മോഷ്ടിച്ചെന്നു. മോഷ്ടിച്ചെന്നോ? വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലേ ആരതി. ഞാനല്ല, ചേച്ചി തന്നെയാ പറഞ്ഞത്. പുഷ്പൻ ചേട്ടാ അങ്ങോട്ട് ചോദിക്ക്. എന്താ കാണാതെ പോയത്? അത് ഒരു പാവയാ, കൃഷ്ണന്റെ പാവ. പാവയോ? ഞാൻ വിചാരിച്ച് വിലപിടിപ്പുള്ള വല്ല സ്വർണ്ണമോ പണമോ മറ്റോ ആയിരിക്കുമെന്ന്. ഇതിപ്പോ ഇതും വില പിടിച്ചത് തന്നെയാ. സ്വർണവും പണവും മാത്രമല്ല, അതിനേക്കാളും വില പിടിച്ച പലതും ഉണ്ട്. എനിക്ക് ആ പാവ ഇപ്പൊ കിട്ടിയേ പറ്റൂ. അത് ആരെടുത്താലും ശരി. പാവ എന്നൊക്കെ പറയുമ്പോ മുതിർന്നവരാരും ആയിരിക്കില്ല എടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.